സത്യത്തിൽ കേരളത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 20 സീറ്റുള്ള കേരളം 30 സീറ്റാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് അമിത്ഷാ അതുപോലെ തന്നെ നരേന്ദ്രമോദി പാർലമെന്റിൽ ഉറപ്പ് നൽകിയിട്ടും ഞങ്ങൾക്ക് ഈ ഭേദഗതിയോട് യോജിപ്പില്ല, ഞങ്ങൾ ഈ ബില്ലിനെ പരാജയപ്പെടുത്തുന്നു എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അവിടെ നരേന്ദ്രമോദി കൊണ്ടുവന്ന ബില്ല് പരാജയപ്പെട്ടു. പക്ഷെ സത്യത്തിൽ നരേന്ദ്രമോദിക്ക് ലാഭവും കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടവും ആണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ 20 സീറ്റാണ് ഉള്ളത് ലോക്സഭയിൽ. അത് 30 സീറ്റാക്കി വർദ്ധിപ്പിച്ചു തരാം. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയം. അതിനെയാണ് പ്രതിപക്ഷം വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയത്. കാരണം 2/3 ഭൂരിപക്ഷം വേണം. 2/3 ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ല, കേവല ഭൂരിപക്ഷം പോലും ഇല്ല. 2 കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, കേന്ദ്ര ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആത്യന്തികമായി ഇവിടെ നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു, അമിത്ഷാ വിജയിച്ചിരിക്കുന്നു, BJP വിജയിച്ചിരിക്കുന്നു. BJPയെ തോൽപ്പിച്ചു എന്ന് ആഹ്ലാദിക്കുന്നവർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ 20 സീറ്റ് 30 സീറ്റാക്കാൻ കിട്ടിയ അവസരം കളഞ്ഞു പൊളിച്ചിട്ട് 20 സീറ്റ് 14 സീറ്റാക്കി മേടിക്കുക എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം വെട്ടിലായിരിക്കുന്നത്.